പാപികളാണ്. ആ പാപത്തോടുകൂടെ നിത്യജീവൻ പ്രാപിക്കാൻ അവൻ അസാധ്യമാണ്. സാധ്യമല്ലാതിരിക്കെ സാധ്യമാക്കുന്നവൻ പിറക്കപ്പെട്ടു ഭൂമിയിലേക്ക്. എന്തിന്? പിതാവായ ദൈവത്തിന്റെ ദൈവം മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി. പാപത്തിൽ പതിക്കപ്പെട്ട് മരണത്തിനുടമയായ മനുഷ്യനെ ആ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കാൻ ഒരു രക്ഷകൻ ഉദയം ചെയ്തു. ക്രിസ്തു 2026 വർഷം മുമ്പ് അവൻ ഭൂമിയിൽ വന്ന് മനുഷ്യന്റെ പാപത്തിന് പരിഹാര ബലിയർപ്പിക്കാൻ വന്നു. അവൻ ബലിയർപ്പിച്ചു. എങ്ങനെ? ആകാശത്തിന്റെയും ഭൂമിയുടെയും മധ്യത്തിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ കുരിശിൽ തറയ്ക്കപ്പെട്ടു. ആര്? പാപമില്ലാത്തവനായി പിറക്കപ്പെട്ടവൻ പാപികളുടെ മധ്യത്തിൽ പാപികളോടുകൂടെ എണ്ണപ്പെട്ട് മനുഷ്യന് സങ്കല്പിക്കാനാവാത്ത വിധം കഠോരമായ പീഡകൾ സഹിക്കേണ്ടി വന്നു. അവൻ എന്തിനു വേണ്ടി? മനുഷ്യരെ എല്ലാവർക്കും നിത്യജീവൻ ലഭ്യമാക്കാൻ, ദൈവത്തിന്റെ നീതിയായ നിത്യജീവൻ എല്ലാവരും പ്രാപിക്കാൻ യേശു പീഡ സഹിച്ചു. അതാണ് യേശയ്യ 53:5 പറഞ്ഞത്. നമ്മുടെ അതിക്രമങ്ങളാൽ അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. മനുഷ്യരെല്ലാവരും പാപത്തോടുകൂടി ശിക്ഷാർഹരായിരിക്കെ യേശു നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റെടുത്തു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. ഇതാണ് രക്ഷകൻ. യേശുവിന്റെ നീതിയുടെ ഭാഗമായിട്ട് അവൻ പാപമില്ലാത്തവനായിരുന്നിട്ടും പാപികളോട് എണ്ണപ്പെട്ട് അവൻ കുരിശിൽ മരിച്ചു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് മനുഷ്യനെ നീതീകരിക്കാനായിട്ട് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു. അങ്ങനെ പാപത്തിന് പരിഹാര ബലിയർപ്പിച്ചു. അങ്ങനെ എല്ലാ മനുഷ്യർക്കും ഈ സൗജന്യമായ പാപക്ഷമ ലഭ്യമാക്കി ക്രിസ്തു വഴി, യേശു ക്രിസ്തു വഴി. ആ നീതിയുടെ ഭാഗമായിട്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഇവിടെ വന്ന് ഈ സുവിശേഷം പരസ്യവേദിയിൽ ഇവിടെയുള്ള എല്ലാ മനുഷ്യരോടും പറയാൻ പറഞ്ഞത്. ഇവിടെ ക്രിസ്ത്യാനിയെ മാത്രം രക്ഷിക്കാൻ വന്ന ഒരു ദൈവമല്ല യേശു. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഭൂമിയിൽ പിറക്കപ്പെട്ട എല്ലാവരും ദൈവത്തിന്റെ സ്നേഹത്താൽ പിറന്നവരാണ്. അവരുടെ എല്ലാം രക്ഷ ദൈവത്തിന് പ്രാധാന്യമാണ്, ദൈവത്തിന് വിലപ്പെട്ടതാ. ആ സുവിശേഷം ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ശിക്ഷനെ ചുമതലപ്പെടുത്തി കർത്താവ് തന്റെ ദൗത്യം പൂർത്തീകരിച്ചു. മനുഷ്യനിൽ പതിക്കപ്പെട്ട പാപത്തിന് പരിഹാരം ചെയ്തു. അതിന്റെ കാരണക്കാരനായ പിശാചിനെ പരാജയപ്പെടുത്തി നിത്യമരണത്തെ തോൽപ്പിച്ചു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ വിളിച്ചിരുത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകം മുഴുവനും പോയി സത്യം പറയണം. സൗജന്യമായ പാപക്ഷമ സുവിശേഷം, നിത്യജീവന്റെ നിത്യരക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ക്രിസ്തു ശിഷ്യരെ ചുമതലപ്പെടുത്തി. അത് ദൈവത്തിന്റെ നീതിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ